ടോപ്പ് 5 മസ്റ്റ് വാച്ച് മൂവീസ് ഞാനൊന്ന് പറയാൻ പോകുന്നു. ലാംഗ്വേജ് ഒന്നുമില്ല, ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആയിരിക്കും, ഇംഗ്ലീഷ് എല്ലാം മിക്സ് ആയിരിക്കും. അതിൽ നിങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ടത്, നിങ്ങൾക്ക് നല്ല രീതിയിൽ ത്രില്ല് അടിപ്പിക്കും. നിങ്ങൾ എന്തായാലും കാണേണ്ട മൂവി തന്നെയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ടോപ്പ് 5 വാച്ചബിൾ മൂവീസാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്കത് കണ്ടിരിക്കണം. നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലും കാണേണ്ട, ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ട മൂവികളാണ്. 5 സിനിമകൾ ഞാൻ പറയാം. ലാംഗ്വേജ് അല്ല, നിങ്ങൾ കണ്ടൻ്റാണ് ഇതിൽ ഞാൻ മെയിനായിട്ട് നോക്കിയിട്ടില്ല. അത് വെച്ച് ഞാൻ 5 മൂവീസ് നിങ്ങളെ സജസ്റ്റ് ചെയ്യും. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ അഭിപ്രായങ്ങളാണെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ലേ എന്ന് നിങ്ങൾ കണ്ടു നോക്ക്. സിനിമ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇതിൽ കുറേ പേർ കാണും. അപ്പം സബ്സ്ക്രൈബറായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർക്ക് സിനിമ ഇഷ്ടമുള്ളവരും കാണും. അപ്പോൾ നിങ്ങളെന്തായാലും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയും. ഞാൻ എന്തായാലും ഒരു 5 മൂവീസ് സജസ്റ്റ് ചെയ്യാം. നല്ല അടിപൊളി മൂവീസാണ്. റീസൺ ഉൾപ്പെടെ ഞാൻ പറയുന്നുണ്ട്. നിങ്ങളിത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയും. നിങ്ങൾക്ക് വേറെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കും കൂടെ ഇട്. ഞാനും കാണാത്തതാണെങ്കിൽ ഞാനും കൂടെ കണ്ടിട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഇത് കണ്ടിട്ട് അഭിപ്രായം പറയും. ഞാൻ എന്തായാലും പറയാം. 5 മുതൽ 1-ാമത്തെ പറയാം. ബെസ്റ്റ് 1-ാമത്തത് വരും. അപ്പോൾ ഞാൻ എന്തായാലും 5-ാമത്തെ പറയാം. 5-ാമത്തത് നിൽക്കുന്നത് ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ മൂവിയാണ്. ഇംഗ്ലീഷാണ്. ഇമോഷണലും മോട്ടിവേഷനുമാണ് ഇതിലെ മെയിൻ കണ്ടന്റ്. റീസൺ പറയുന്നത് സ്ട്രഗിളും സക്സസ് ജേണിയും പറ്റിയാണ് ഇതിൻ്റെ ട്രാക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള അടിപൊളി മൂവിയാണ്. ഞാൻ കണ്ടതാ, ഒരു രക്ഷയില്ല. റിയൽ ലൈഫ് ഇൻസ്പിറേഷനാണ് ഇതിൽ മെയിനായിട്ട്. അവർ ഫോക്കസ് ചെയ്യുന്നത് റിയൽ ലൈഫായിട്ടുള്ള ഇൻസ്പിറേഷൻ്റെ കാര്യമാണ്. ഇപ്പം ഈ മൂവിയിൽ വേറെ എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത് എനിക്കെന്ന് പറഞ്ഞാൽ, ഈ മൂവി കണ്ടാൽ ലൈഫിൽ നമുക്ക് മെയിനായിട്ട് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നില്ല. നമുക്ക് മുന്നോട്ട് പോകണമെന്ന് തന്നെ തോന്നും. അത്ര മോട്ടിവേഷൻ നൽകുന്ന ഒരു മൂവിയാണ്. നിങ്ങൾ എന്തായാലും ഇത് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയും. നല്ലൊരു ഹാപ്പി മൂവിയാണ്. നല്ല ഹാപ്പി മൂഡിൽ പോവും. അപ്പോൾ നല്ല സ്ട്രഗിളും കാര്യങ്ങളും അങ്ങനെയൊക്കെ, പക്ഷെ നമുക്കിതിൽ ഗിവ് അപ്പ് ആക്കാൻ തോന്നില്ല. അതാണ് എൻ്റെ സജഷൻ. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയും. അതാണ് 5-ാം സ്ഥാനത്ത് എനിക്ക് പറയാനുള്ളത്. പിന്നെ 4-ാം സ്ഥാനത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദൃശ്യം. ഒരു രക്ഷയില്ല. ഒരു ഫാമിലി മാൻ എങ്ങനെയായിരിക്കണം. ഇത് മലയാളത്തിൽ പൊളിച്ച പടം തന്നെയാണ്, ഒന്നും പറയാനില്ല. ദൃശ്യം ത്രില്ലർ മാസ്റ്റർ പീസാണ്. ഒരു രക്ഷയില്ല. പെർഫെക്റ്റ് സ്ക്രീൻ പ്ലേ ആണ്. റീസൺ പിന്നെ ട്വിസ്റ്റ്, ഒരു രക്ഷയില്ലാതെ ട്വിസ്റ്റ് നമുക്കറിയാം. ആ കുഴിച്ചിട്ട ലാസ്റ്റ് ക്ലൈമാക്സ് സീന് നിങ്ങൾ കാണണം. ഇത് കാണാത്ത കുറേ പേര് കാണും. നാളെ മലയാളികളാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരാണെങ്കിലും കാണാത്തവർ കാണും. അതുകൊണ്ട് ഇതിലെനിക്ക് പറയാനുള്ളത്, ക്ലൈമാക്സ് നിങ്ങൾ എന്തായാലും എക്സ്പെക്റ്റ് ഒരിക്കലും ചെയ്യൂല. ഒരു രക്ഷയില്ലാത്ത ക്ലൈമാക്സ്. നിങ്ങളിത് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളത് കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയും. പിന്നെ പറയാനുള്ള, ഒരു ഫാമിലി എങ്ങനെ സംരക്ഷിക്കണം അതിൽ മോഹൻലാൽ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4-ാം സ്ഥാനത്തുള്ളത് ദൃശ്യമാണ്. ഇനി 3-ാം സ്ഥാനത്ത് ഇൻ്റർസ്റ്റെല്ലാർ. ഒരു രക്ഷയില്ലാത്ത പടമാണ് മോനെ. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സ്കൈഫൈയും ഇമോഷനും ചേർന്നിട്ടുള്ള പടമാണ്. റീസൺ പറയുന്നത് ടൈം കൺസെപ്റ്റാണ് നല്ല രീതിയിൽ. പിന്നെ ഫാദർ ഡോട്ടർ ബോണ്ടാണ്. അച്ഛൻ മകൾ ബന്ധം ആണ് ഇതിൽ കാണിക്കുന്നത്. ഇപ്പോൾ രക്ഷയില്ലാതെ ട്രാക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല മൂഡിലുള്ള പടമാണ്. നിങ്ങളെന്തായാലും കണ്ടു നോക്ക്. കാണാത്തവരാണെങ്കിൽ, കാണാത്തവർ അത്ര കാണൂല എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ആദ്യത്തെ ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് മിക്കവരും കണ്ടു കാണില്ല. അത് കണ്ടു നോക്ക്. നല്ല ഹോപ്പുള്ള പടമാണ്. ഇത് കണ്ടു നോക്ക്. ഇതിലെനിക്ക് പറയാനുള്ള, ബ്രെയിനും ഹാർട്ടും രണ്ടും നല്ല രീതിയിൽ ടച്ച് നമുക്ക് കാണാം. ഫാദറും ഡോക്ടറും ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടച്ച് ആവും. എനിക്ക് തന്നെ നല്ല വിഷമമായിട്ടുണ്ട് ഇൻ്റർസ്റ്റെല്ലാറൊക്കെ കണ്ട്. എന്തായാലും കൊള്ളായിരുന്നു. അടിപൊളി പടമാണ്. പിന്നെ അതാണ് 3-ാം സ്ഥാനത്ത്. ഇനി ടോപ്പ് 2 എത്തിയിട്ടുണ്ട്. 2-1. എൻ്റെ ഇതിൽ 2-ാം സ്ഥാനത്ത് നിങ്ങൾക്ക് ഏറ്റവും ഞാൻ വാച്ചബിളായിട്ട് കാണണമെന്ന് പറയുന്ന പടം ജോക്കറാണ്. ഒരു രക്ഷയില്ല. ജോക്കർ ഡാർക്കും സൈക്കോളജിക്കലുമാണ് ജോക്കറിൻ്റെ മെയിൻ ഇത്. പിന്നെ റീസൺ പറയുന്നത് സൊസൈറ്റിയിൽ നല്ല ഇമ്പാക്റ്റ് അങ്ങനെയാണ്. പിന്നെ ക്യാരക്ടർ നല്ല ഡെപ്താണ്. അറിയാമല്ലോ ജോക്കർ. അയ്യോ
അഭിനയിച്ച് തള്ളി വെച്ച് ഒരു പടമാണ്. അങ്ങേര് ഒന്നും പറയാനില്ല. ജോക്കർ ഇതൊരു മൂവിയല്ല, എക്സ്പീരിയൻസ് ആണ് ജോക്കർ, അങ്ങനെ വേണം പറയാൻ. വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് കാണണം, സപ്പോർട്ടും ചെയ്യണം. ഒരു രക്ഷയില്ല. പടം ജോക്കറാണ് 2ാം സ്ഥാനത്ത്. ഇനി 1ാം സ്ഥാനത്ത് ടോപ്പ് 1 ആരാണെന്നല്ല, എനിക്ക് ടോപ്പ് 1 സജഷൻ, എൻ്റെ സജഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഉള്ളത് ഷോഷാങ്ക് റിഡംപ്ഷൻ. അതാണ് 1ാമത്തെ പടം. നിങ്ങളിത് കണ്ടിട്ട് അഭിപ്രായം പറയണേ. അടിപൊളി പടമാണ്. അടിപൊളി പടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഓൾ ടൈം ക്ലാസിക്കാണ്, ഒരു രക്ഷയില്ലാത്ത പടമാണ്. പിന്നെ അതിലെ റീസൺ പറയുന്നത് ഹോപ്പ് പ്ലസ് ഫ്രീഡം തീമാണ് അതിലെ മെയിൻ. പിന്നെ പവർഫുൾ സ്റ്റോറി ടെല്ലിംഗ് ആണ്, ഒരു രക്ഷയില്ല കേട്ടോ. സ്റ്റോറി മസ്റ്റ് വാച്ചാണ്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം മോനെ, ഒന്നും പറയാനില്ല. പിന്നെ എനിക്ക് മെയിനായിട്ട് അതിൽ പറയുന്നത് ലൈഫിൽ ഹോപ്പ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇത് പഠിപ്പിച്ച് നമുക്ക് തരും. അങ്ങനെയാണ് നമ്മൾ ഹോപ്പ് ചെയ്യണോ വേണ്ടതെന്ന് ചിലവരൊക്കെ ചിന്തിക്കും. അതെല്ലാം ഇതിൽ പഠിപ്പിക്കും. ഹോപ്പ് നമ്മൾ ചെയ്യണോ വേണ്ടയോ എല്ലാ കാര്യങ്ങളും ഈ സിനിമയിൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ അതുകൊണ്ട് ഇത് മസ്റ്റായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്ത്. അപ്പോൾ എനിക്കിത് പറയാനുള്ളത് ഷോഷാങ്ക് റിഡംപ്ഷനാണ് എൻ്റെ മെയിൻ. നിങ്ങളെ കാണണമെന്ന് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. പിന്നെ ആ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഒരു രക്ഷയില്ലാത്ത പടമാണ്. അപ്പോൾ 5 സജഷനിലെ മൂവിയിലെ പേരെന്ന് പറഞ്ഞാൽ ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്, ദൃശ്യം, പിന്നെ ഇൻ്റർസ്റ്റെല്ലാർ, ജോക്കർ, ഷോഷാങ്ക് റിഡംപ്ഷൻ. ഇതാണ് എൻ്റെ മെയിൻ 5 എണ്ണം. എനിക്ക് കാണണമെന്ന് എനിക്കൊരാഗ്രഹം, നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് വേറെ മൂവി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തായാലും ഇതാണ് എൻ്റെ മെയിൻ. ഈ ലിസ്റ്റിൽ നിങ്ങൾ കണ്ടത് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്ത്. പിന്നെ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലേറ്റർ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഇത് നോക്കി നിങ്ങൾക്ക് ഇതാക്കാം. അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും അയക്കണമെങ്കിൽ ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ. എന്നാൽ മാത്രമേ ഞാൻ ഇരുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.